ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് സംസാരിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബാഡ് ഹാബിറ്റ്സ് നമുക്കൊക്കെ ഉണ്ടാവും. എല്ലാ വ്യക്തികൾക്കും നമ്മുടെ ജീവിതത്തിൽ കുറേ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. നമ്മൾ ആരും ഉൾക്കൊള്ളുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെന്ന് ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ ചില ടൈമിൽ നമ്മൾ തിരിച്ചറിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി മാറ്റാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്ന് പറയാം. പക്ഷെ ജീവിതത്തിൽ അത് മാറ്റിയാൽ നമ്മൾ ഒത്തിരി പ്രസൻ്റായിരിക്കുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടാവാം. കാരണം നമ്മുടെ പങ്കാളി ചിലപ്പോൾ നമ്മളോട് പറയാം, നമ്മുടെ ഫാമിലി നമ്മളോട് പറയാം, നിനക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ലൈഫിൽ മാറ്റാൻ. പക്ഷെ നമ്മളത് മാറ്റാൻ ഒരിക്കലും തയ്യാറാവില്ല, നമ്മൾ സമ്മതിക്കില്ല. കാരണം അതിൻ്റെ അർത്ഥം എന്തുവാന്ന് ചോദിച്ചാൽ നമ്മളത് മാറ്റാൻ തീരുമാനിക്കുന്നില്ല എന്നത് മാത്രം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കാരണം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ. അതായത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ചേഞ്ച് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റേണ്ടതായ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ അത് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. നമുക്കത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചാലും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പം, ഒരു കുഞ്ഞെന്നല്ല ഏത് കുഞ്ഞു മക്കൾ ജനിക്കുമ്പോഴും ആ ജനിക്കുന്ന സമയത്ത് അവർ നല്ല ഒരു പാപങ്ങളില്ലാത്തല്ല നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങളായിട്ടാണ് ജനിക്കുക. അവർ ജനിച്ചു വന്ന് അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ സമയങ്ങളുണ്ട്. കാരണം ആ കുഞ്ഞുണ്ടായി ആ ഒരു സമയം തൊട്ട് അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ലെ അമ്മ, ചുറ്റുപാടുകൾ, കൂടെ നിൽക്കുന്നവർ, ബന്ധുക്കൾ ഒക്കെ തന്നെയാണ്. അവരുടെ അത് കുഞ്ഞുനാളിൽ അങ്ങനെ വരും. അത് കഴിഞ്ഞ് കാരണം കുഞ്ഞുനാളിൽ നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മുലപ്പാൽ കുടിക്കുന്ന സമയം മുതൽ അവരുടെ സ്വഭാവ രൂപീകരണം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. കാരണം അതിനൊക്കെ ചുറ്റുപാടുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ അപ്പനായിരിക്കാം, ഫാമിലി ആയിരിക്കാം, കൂടെ നിൽക്കുന്നവരായിരിക്കാം. ഇതെല്ലാം കുഞ്ഞിനെ ബാധിക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ നമുക്കൊരു സ്വഭാവത്തിൽ വൈകല്യങ്ങളുള്ള ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ നമ്മളൊരു കുട്ടിയെ പഠിക്കാൻ വിടുന്നു, അധ്യാപകരുടെ കയ്യിൽ നിന്ന്, കൂട്ടുകാരുടെ കയ്യിൽ നിന്ന്, വീട്ടുകാരുടെ കയ്യിൽ നിന്ന്. ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു വൈകല്യത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതിൽ നിന്നെല്ലാം എങ്ങനെ നമുക്ക് മാറാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ ഓൾറെഡി വന്നുപോയ കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മളിതിനെ മാറ്റാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല, ഒരിക്കലും മാറാൻ ചിന്തിക്കുന്നില്ല. ശരിക്കും നമ്മൾ ഒരു പുഴ ഒഴുകി പോകുന്ന കൂടെ തന്നെ ആ പുഴയുടെ കൂടെ അങ്ങനെ പുറകെ പോകാൻ എല്ലാവരും ആഗ്രഹിക്കാം. കാരണം നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കാം, നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യപടി. ഇപ്പോൾ നമ്മുടെ ബാഡ് ഹാബിറ്റ് മാറ്റാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ആദ്യം തീരുമാനങ്ങൾ എടുക്കുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക. കാരണം നമ്മൾ ഇന്നലെ വരെയുള്ള ഒരു ലൈഫല്ല, ഇന്ന് ചേഞ്ച് വരുത്തണമെന്ന് ചിന്തിക്കുന്നത് വേറൊരാളല്ല, നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം പുതിയ തീരുമാനങ്ങൾ എടുക്കുക. അതായത് ഫസ്റ്റ് തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളിനി പഴയ ഹാബിറ്റിലേക്ക് പോകില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം നമ്മളിനി പഴയ ഹാബിറ്റിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നമ്മളൊരു പുതിയ തീരുമാനത്തിൽ തന്നെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുക. കാരണം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വലിയ വലിയ തീരുമാനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മളൊക്കെ എഴുന്നേറ്റ് പോയി, അല്ലെങ്കിൽ നമ്മളൊരു ബെഡ്ഷീറ്റ് മടക്കി വെക്കാതെ, അല്ലെങ്കിൽ ഒരു പുതപ്പ് മടക്കി വെക്കാതെയൊക്കെ എഴുന്നേറ്റ് നമ്മൾ കിച്ചണിലേക്ക് പോകുന്നവരോ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്സ് ആണെങ്കിലും നമ്മൾ ചിലപ്പം ഭാര്യമാരാകുമ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പോകും, നമ്മുടെ ഹസ്ബൻഡ് എണീറ്റിട്ടാവില്ല. അപ്പോൾ നമ്മൾ ചിലപ്പം പുതപ്പുകളൊന്നും മടക്കി വെക്കാറുണ്ടാവില്ല. പക്ഷെങ്കിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നു ആ വ്യക്തി ഒരു കുഞ്ഞു കാര്യം വരെ നമ്മളത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഒറ്റയടിക്ക് നമുക്ക് വലിയ കാര്യങ്ങൾ മാറ്റാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം രാവിലെ നമ്മൾ എഴുന്നേൽക്കുക, നമ്മുടെ ബെഡ്ഷീറ്റ് വൃത്തിയാക്കുക, നമ്മുടെ പുതപ്പ് മടക്കുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വരെ നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റം തന്നെയാണ്. അതിനുശേഷം മാത്രം നമ്മൾ വലിയ കാര്യത്തിലേക്ക് കടത്താൽ മതി. കാരണം ചെറിയ മാറ്റം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എന്തെല്ലാം ചെയ്താലും നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ എപ്പോഴും നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്.
നമ്മൾ എന്ത് കാര്യം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പം നീ ചെയ്യുന്ന മണ്ടത്തരമാണ് എന്ന് പറയുമ്പം നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് വേണം. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾക്ക് ആദ്യം ബോധ്യം വേണം. അത് ഉറപ്പായിട്ട് സക്സസ് ആകും എന്നുള്ളൊരു മനസ്സ് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മളെ തളർത്താൻ ശ്രമിക്കും. പക്ഷേ സക്സസ് ആകണമെങ്കിൽ, വിജയം കൈവരിക്കണമെങ്കിൽ അത് നമുക്ക് മാത്രമേ പറ്റൂ. പിന്നെ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കണം. ചിലർ പറയും, നിന്റെ ഒരു സ്റ്റാൻഡ് വെച്ച്, നീ നിൽക്കുന്ന സ്ഥലം വെച്ചിട്ട്, അല്ല നിനക്ക് ഈ ഒരു പൊസിഷൻ അല്ലേ ഉള്ളൂ, നീ എന്തുമാത്രം അങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്തുവാ എന്ന് ചോദിക്കുന്നവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യം ചിന്തിക്കുക, നമ്മൾ ആഗ്രഹത്തിന് ഒരിക്കലും പരിധികൾ ഉണ്ടാവരുത്. കാരണം നമ്മൾ ഒരു കുറച്ച് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു കുന്നോളം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് പരിധികൾ വേണ്ട. നമ്മൾ എവറസ്റ്റിനോട് ആഗ്രഹിക്കുക, നമുക്കത് അത്രത്തോളം ചിലപ്പോൾ നമുക്ക് എത്താൻ പറ്റിയില്ലായിരിക്കാം, പക്ഷെ നമുക്ക് എവറസ്റ്റ് കൊടുമുടിയുടെ പകുതിയെങ്കിലും നമുക്ക് കയറാൻ പറ്റും. അത് നമ്മൾ ചിന്തിക്കുക. ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും നമ്മൾ പരിധി കൊടുക്കരുത്. പിന്നെ സ്വപ്നം കാണുക. ആഗ്രഹിക്കുന്നിടത്ത് നമുക്ക് പിശുക്ക് വേണ്ട കേട്ടോ. നമ്മൾ സ്വപ്നം കാണുക. ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആഗ്രഹം, സ്വപ്നം, പരിശ്രമം. പിന്നെ നമ്മൾ ഒത്തിരി സങ്കടപ്പെടേണ്ട ഒരാവശ്യങ്ങളില്ല. ഉറപ്പായിട്ടും അത് ഫലപ്രാപ്തി കാണും. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും. ഇത് എൻ്റെ വാക്കാണ്.